ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചപ്പന് നമ്മൾ ഗുരുവായൂര് ചോറ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ രാവിലത്തെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഫോണത്തെ സ്റ്റോറേജ് എപ്പോഴും ഫുള്ളായിട്ട് എനിക്ക് പ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് നമുക്ക് നൈസ് പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കാർ സ്റ്റാർട്ടാവാതെ നമ്മൾ മാളുവിൻ്റെ വീട്ടിലത്തെ കാറൊക്കെ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് കാറൊക്കെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇതേ ഉണ്ണീനും കൊണ്ടിട്ട് നമ്മൾ നേരെ ഗുരുവായൂർ അമ്പലത്തേക്ക് നടക്കാൻ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉണ്ണിക്ക് നമ്മുടെ തറവാട്ടമ്പലത്തിലും പറശ്ശിനിക്കടവിലും പിന്നെ നമ്മൾ അപ്രതീക്ഷയായിട്ട് നമ്മൾ വീട് പണി നടക്കുന്നതിൻ്റെ അടുത്തുള്ള തിപ്പല്ലൂർ അമ്പലത്തിലും പിന്നെ ഗുരുവായൂരിലാണ് കേട്ടോ ചോറ് കൊടുത്തേക്കുന്നത്. നമ്മൾ കടന്നുപോയ സാഹചര്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഇതിനെ കുറെ അബോഷണമൊക്കെ ഉണ്ടായ കാരണം അത്യാവശ്യത്തിന് നല്ല വഴിപാടുകളുണ്ട് കേട്ടോ. അമ്പലങ്ങളിൽ മാത്രമല്ല, പള്ളിയിലും മുസ്ലിം പള്ളിയിലും ഒക്കെ നമ്മുടെ കിച്ചപ്പന് നന്നായിട്ട് വഴിപാടുകളുണ്ട്. ഇനി അതൊക്കെ പതുക്കെ പതുക്കെ നമുക്ക് തീർക്കണം. ഞാനും ആദർശേട്ടനും അമ്മയും കൂടി നടന്നെത്തുമ്പോഴേക്കും ഇത് അച്ഛനും അമ്മയും അമ്പലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഞങ്ങളെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ അടുത്തേക്ക് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിട്ടോ, നമ്മൾ ഉണ്ണിയോൾക്ക് ചോറ് കൊടുക്കാൻ നേർന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഗുരുവായൂരപ്പൻ്റെ അടുത്താണ് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ഓൾറെഡി നമ്മുടെ തറവാട്ടമ്പലത്തേക്ക് നേർന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണി യാതൊരുവിധ കുഴപ്പമില്ലാതെ നമ്മുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞു വെച്ചെങ്കിൽ ഫസ്റ്റ് നമ്മുടെ പൊക്കണാമത്തെ അമ്മയുടെ കയ്യിൽ നിന്ന് ഉണ്ണിക്ക് ചോറ് കൊടുക്കാന്ന്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം നമ്മുടെ തറവാട്ടമ്പലത്തേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വേഗം വന്നിട്ട് ഉണ്ണിക്ക് ചോറ് കൊടുക്കാനുള്ള ഷീറ്റൊക്കെ ആക്കിയിട്ട് പിന്നെ വേഗം അങ്ങോട്ട് നടക്കാട്ടോ. പിന്നെ ഉള്ളിക്ക് കയറി കഴിഞ്ഞു വെച്ചെങ്കിൽ നമുക്ക് ഫോണ് അലൗഡ് അല്ലല്ലോ. അങ്ങനെ ഇത് ഞാൻ കുറച്ച് ഇവിടുത്തെ വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഫോണൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചു കേട്ടോ. അങ്ങനെ ഇത് ആദർശേട്ടനും അച്ഛനൊക്കെ കൂടിയിട്ട് നമ്മുടെ ചോറ് കൊണ്ട് അത് ഷീറ്റാക്കുന്നുണ്ട് കേട്ടോ. 200 രൂപയായിരുന്നു കേട്ടോ. 100 രൂപ ചോറ് കൊടുക്കാനും 100 രൂപ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് തരുമല്ലോ. അതിൽ 5 ഫോട്ടോസിന് 100 രൂപയാണ് കേട്ടോ. അങ്ങനെ ഇത് 200 രൂപയാണ് കേട്ടോ അവിടെ ചോറുകൊണ്ട് വഴിപാട് ഷീറ്റാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഉണ്ണിക്ക് ചോറൊക്കെ കൊടുത്തു കേട്ടോ. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. ഉണ്ണിക്ക് ചോറ് കൊടുത്ത കാരണം എനിക്കും ആദർശേട്ടനും അമ്പലത്തിന്റെ ഏറ്റവും ഉള്ളിലേക്ക് കേൾക്കാൻ പറ്റി കേട്ടോ. അത്യാവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനും ആദർശേട്ടനും ഉള്ളിലേക്ക് തൊഴാൻ കിടന്നപ്പോൾ അമ്മയും ആദർശേട്ടനും അറിയാനൊക്കെ കൂടിയിട്ട് നമ്മുടെ അച്ഛൻ നമ്മുടെ കിച്ചപ്പനെ തുലാഭാരം നേർന്നിട്ടുണ്ടായിരുന്നു. കിച്ചപ്പൻ എന്നല്ല, നമുക്ക് ഏതുണ്ടി ഉണ്ടാവണേ വെച്ചാൽ ഉണ്ണിക്ക് തുലാഭാരം നടത്താന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അവരത് ഷീട്ടാക്കാൻ വേണ്ടി നിന്നു. അവിടെ അത്യാവശ്യത്തിന് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരവിടെ അതിന് വേണ്ടിയിട്ട് വരിക്കി നിന്നു കേട്ടോ. കിച്ചപ്പന്റെ ചോറുണേ അടുപ്പിച്ചായ കാരണം രാവിലെ ഇണ്ടിട്ട് ഈ തല നനച്ച് കുളിക്കണ കാരണേ എന്റെ മൂക്കൊക്കെ അടഞ്ഞ് പാക സൈഡായി കേട്ടോ. ചുമയും തുമ്മലൊക്കെ വന്നിട്ട് ആകെ വയ്യാതിരിപ്പാണ്. അപ്പൊ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്റെ വോയിസിന് അതിൻ്റെതായ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ ലൈഫിലേക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. എൻ്റെ ചെരുപ്പാരോ മാറിട്ട് പോയി ഗൈസ്. അമ്മയൊക്കെ എപ്പോഴും പറയാറുണ്ട് കേട്ടോ, ഗുരുവായൂർ അമ്പലത്തേക്ക് വരുമ്പോൾ ചെരുപ്പ് കാറിലിട്ട് പോവാന്ന്. അപ്പോഴൊക്കെ ഞാൻ ഭയങ്കര കോൺഫിഡൻസിൽ പറയാറുള്ളതാണ്, ഇവിടെ വന്നിട്ട് ചെരുപ്പ് ഊരിട്ട് ആരും ചെരുപ്പ് കൊണ്ടുപോവില്ല. കാരണം ഞാനിവിടെ 1 വർഷത്തോളം ഫീൽഡ് വർക്കിനൊക്കെ കുറേ ടൈം ഗുരുവായൂരിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നേ വരയ്ക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് വലിയ കോൺഫിഡൻസ് ആട്ടോ നമ്മുടെ ചെരുപ്പൊന്നും ആരും എടുത്തും കൊണ്ടുപോവില്ല എന്ന്. എടുത്ത് കൊണ്ടുപോയതാണോ ഇനി അത് മാറിയിട്ടതാണോ എന്ന് അറിഞ്ഞൂടാട്ടാ. എൻ്റെ ചെരുപ്പ് നല്ല പുതിയ ചെരുപ്പാണ് കേട്ടോ. അതിന് പകരം എൻ്റെ സെയിം ചെരുപ്പ് ഭയങ്കര പഴയ ചെളിപ്പടിച്ചൊരു ചെരുപ്പാണ് അവിടെ വെച്ച് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി സത്യം പറയാച്ചാൽ, കാരണം എനിക്ക് ആ ചെരുപ്പിട്ട് കൊതി പോലും തീർന്നിട്ടില്ല കേട്ടോ. നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ റോട്ടിൽ കൂടെ നടക്കാനേ പറ്റിയായിരുന്നില്ല. പാവൻ്റെ ആദർശേട്ടൻ ചേട്ടൻ്റെ ചെരുപ്പിക്ക് ഊരി തന്നോട്ട് എന്നിട്ട് ആദർശേട്ടനാണ് വെയിലത്ത് കൂടെ റോട്ടിൽ കൂടെ നടന്നത് കേട്ടോ. പിന്നെ നമ്മൾ കിച്ചുട്ടനെ കുറച്ച് കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചത് നമ്മൾ കാർ എടുക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. അപ്പോഴേക്കും കിച്ചു നല്ല ഉറക്കമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പാർക്കിംഗ് സൈഡിൽ ഇരിക്കാൻ അച്ഛന് കുറേ നേരം അവിടെ നിന്നപ്പോഴേക്കും കാലിന് വേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദർശേട്ടൻ കാർ എടുക്കാൻ പോയി 3rd ഫ്ലോറിലായിരുന്നു കേട്ടോ നമ്മൾ കാർ ഇട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ചേട്ടനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാൻ കേട്ടോ. കിച്ചൊക്കെ നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ വന്നു. അങ്ങനെ ഈ ഒരു കാർ ഇപ്പം അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടുപോയായിരുന്നു കേട്ടോ. നമ്മുടെ കാർ എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ആവണില്ല. അപ്പം പിന്നെ നമ്മൾ ഈ ഒരു കാർ കിട്ടിയപ്പോൾ നമ്മൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകുന്നു കേട്ടോ. മാള് വരാമെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ നമ്മൾ പുറത്തുനിന്നൊന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ അമ്മ ഫുഡ് ഉണ്ടാക്കിയിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഓ ഇതെന്താ എനിക്ക് തീരെ തണുപ്പ് വെച്ച് കിട്ടപ്പോ എനിക്ക് സ്ട്രോബെറി. നോക്കോ, ഇത് ബട്ടർ സ്കോച്ച്, 2 ബട്ടർ പൈനാപ്പിള്, പിസ്ത. ഗൈസ്, ഞങ്ങള് ചോറൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് വീട്ടിലേക്ക് വന്നതേ ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഓൾറെഡി വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ ചോറുണ്ട്, നമ്മുടെ അമ്പലത്തിൽ ചോറ് കൊടുത്തതിൻ്റെ, തറവാട്ടമ്പലത്തിൽ ചോറ് കൊടുത്തതിൻ്റെ വീഡിയോസൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കായിരുന്നു. അത് കാരണം എനിക്ക് ആ സമയത്തത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി നന്നായി വിശന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലാച്ചെങ്കിൽ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് പുറത്തുനിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ നമുക്ക് ചെറിയൊരു പണിയും കിട്ടി ഗൈസ്. നമ്മൾ രാവിലെ വണ്ടി വന്ന് നോക്കുന്ന സമയത്ത് വണ്ടി ജമ്മ ചെയ്ത് സ്റ്റാർട്ട് ആവില്ല. ലൈറ്റ് കത്തും, എല്ലാം കത്തും. സ്റ്റാർട്ട് ആവുന്ന മാത്രല്ല, ഇത് താക്കോലില്ലാത്ത ടൈപ്പാ. താക്കോൽ നമ്മളെ കയ്യിൽ വെച്ചാൽ മതി. ഇത് ആ സമയത്ത് നമ്മൾ നല്ല പോസ്റ്റായി പോയിട്ടാണ് അവസാനം പിന്നെ പാപ്പൻ്റെ അടുത്ത വണ്ടി എടുത്ത് പോയി.
മാളുവിന്റെ അടുത്ത വണ്ടി ഇവിടെ വന്നിട്ട് ഞാൻ 5 മിനിറ്റ് യൂട്യൂബിൽ ഒന്ന് വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ഈ താക്കോല് വെറുതെ ഇങ്ങനെ താക്കോൽ ഇടുന്ന സ്ഥലത്ത് വെറുതെ വെച്ചിട്ട് സ്വിച്ച് അമർത്താൻ പറഞ്ഞു. അമർത്തിയപ്പോ അപ്പൊ തന്നെ റെഡി ആവും ചെയ്ത്. ഇവിടെയൊക്കെ ഇതൊക്കെ പൊളിച്ചിട്ടേക്കാട്ടോ കൊറേ വയറിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഫുള്ള് തുറന്ന് ഇതാക്കി. എനിക്ക് കിട്ടിയൊരു സമ്മാനമാണ് കേട്ടോ. അപ്പൊ ഇത് ഉറുമ്പ് കടിച്ചു തന്നെ മേത്ത് വെക്കില്ല തണുപ്പ്. ഇന്ന് ഫുള്ളൊരു വട്ടം ചുറ്റലായിരുന്നു. എന്നാലും ഉണ്ണിയുടെ ചോറൂണൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പൊ ഞങ്ങള് വണ്ടി ഇപ്പൊ ചേട്ടൻ ശരിയാക്കിയപ്പോ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഓടിക്കാൻ വന്നത്. എനിക്ക് വെച്ചാൽ വയറ് എനിക്ക് ഗ്യാസ് നിറഞ്ഞപ്പോ ഒരു എന്തോ ഒരു അസ്വസ്ഥത. അപ്പൊ കുറച്ച് 7up കുടിച്ചേക്ക് മാറാറുണ്ട്. അപ്പൊ അങ്ങനെ വാങ്ങിച്ചു. മാളൂനൊക്കെ അത് വരാൻ പറ്റിയില്ല കേട്ടോ. മാളൊക്കെ വരണം എന്ന് വിചാരിച്ചതായിരുന്നു ഉണ്ണിയുടെ ചോറൂണ്. അപ്പൊ അവൾക്ക് ഇന്ന് വരാൻ പറ്റാതെയായി. അപ്പൊ അവളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും അമ്മയും അച്ഛനും ആദർശനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. റീനമ്മ വ്ളോഗൊന്നും മര്യാദയ്ക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം ഇങ്ങനെ എന്തോ ഒരു ഇത് പോലെയായിരുന്നു ഇന്ന് പോകുമ്പോ. അങ്ങനെ ഞാനും ആദർശനും കാറൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇതേ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇത് അമ്മമാര് ചായയൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ പപ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കാണ്. പിന്നെ മിച്ചറൊക്കെ ഉണ്ട്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ നയനും നന്ദനയും അമ്മമ്മൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരായിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനും റീനമ്മയും ആദർശനും കൂടിയിട്ട് നമ്മുടെ മാളുമ്മയുടെ വീട്ടിലേക്ക് ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ തലേന്ന് വലിയമ്മയുടെ വീട്ടിലേക്ക് മജാസിന്റെ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാങ്ങിക്കാൻ പാടില്ല വരിക നോക്ക്. ചമ്മി ചമ്മി അതുകൊണ്ട് തന്നതാ ഞാൻ. ഞാൻ പറഞ്ഞില്ലേ അമ്മ ഒരാഴ്ച കൂടി നിന്ന് കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ കിച്ചപ്പം ശരിക്കും അച്ചമ്മക്കുട്ടി ആവുന്നൊക്കെ ഉറപ്പുള്ള കാര്യമായിരുന്നു കേട്ടോ. അമ്മ 2 ദിവസം നിന്നപ്പോൾ തന്നെ അമ്മയുടെ അടുത്ത് മൂപ്പര് ഭയങ്കരമായിട്ട് സെറ്റായിട്ട് ആദർശേട്ടൻ അച്ഛനെ കിച്ചു ആദർശേട്ടനെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അതാ ചേട്ടനെ കൊല്ലണേന് സഭാണ് കേട്ടോ. അപ്പൊ അമ്മയുടെ അടുത്തൊന്ന് വേഗം ഉണ്ണീനെ വാങ്ങിച്ചിട്ട് കൊഞ്ചിക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് നടക്കാറുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് മാളുവിന്റെ വീട്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ അമറും അർജുൻ കൂടിയിട്ട് വരുന്നുണ്ട്. അമറുവിന് അച്ഛൻ ഉണ്ണീനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവനെ കണ്ടാ കിച്ചു തുടങ്ങും കരച്ചില്ല കേട്ടോ. അങ്ങനെ ഇത് നമ്മള് പാപ്പൻ്റെ അവിടേക്ക് എത്തി. ഇത് കുടുംബമൊക്കെ കിട്ടിയിട്ട് നമ്മുടെ ആദുമ നിൽക്കുന്നുണ്ട് കേട്ടോ. ആദൂരിന്ന് ഓണം സെലിബ്രേഷൻ ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ മൂപ്പത്തി മാക്സ് ഒക്കെ എടുത്തിട്ട് വലിയ അമ്മായി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. സത്യം പറയാലോ ഇവരൊക്കെ ഉള്ളതാട്ടോ നമുക്കൊരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. ഇനി ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ എന്താക്കും എനിക്ക് അറിഞ്ഞൂടാ. മാളു ഇതേ October 10 കഴിഞ്ഞാൽ മാളു പോകും. എന്റെ ചെരുപ്പാലിട്ട് പോയി ചെരുപ്പ് എന്റെ മറ്റേ ക്രീം ചെരുപ്പ് പുതിയത് മറ്റേ ഹീൽ ജർമ്മൻ ഷെപ്പേർഡ്. ജർമ്മൻ ഷെപ്പേർഡ് അല്ല അത്. അത് വന്നതുകൊണ്ട് നല്ല സുഖം ഉണ്ടാവും. ആദർശേട്ടന് എന്താ പ്രശ്നം? ഇവിടെ മേമൊന്നും ഇല്ലാട്ടോ. അപ്പൊ ആദർശേട്ടൻ അച്ഛങ്ങ ഇവർക്ക് ഇട്ടിട്ട് പാര വെക്കാണ് അമ്മമ്മയുടെ എടുത്തിട്ട് ഓരോന്ന് പറഞ്ഞിട്ട്. ആദർശേട്ടന്റെ മെയിൻ ഇരിയാണ് കേട്ടോ ആദുവിനെ കിട്ടി അതിനെ ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇല്ലാതെ ആക്കണത് ആദർശേട്ടന്റെ ഒരു ഹോബിയാണ്. പിന്നെ മൂപ്പത്തി നെവർ മൈൻഡ് ആണ്. ആദർശേട്ടൻ ഒന്ന് പറഞ്ഞു വെച്ചെങ്കിൽ 34 തിരിച്ചു പറയൂട്ടാ. നമ്മുടെ കിച്ചാപ്പി അച്ഛങ്ങ ഫസ്റ്റ് മാള് വന്നാണ്ട് എടുത്തപ്പോ നൈസായിട്ടൊന്ന് കരഞ്ഞു. അതെന്താന്നൊക്കെ അറിഞ്ഞൂടാ. പിന്നെ പാപ്പന്റെ അവിടെ പശുവും ആടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ റീനമ്മ അത് ജസ്റ്റ് നോക്കാൻ പോയതാണ്. പിന്നെ നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ചായ വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദർശേട്ടൻ ആദുവിനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ഗ്ലാസ് ചായ അവളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചു കേട്ടോ. അങ്ങനെ ആദർശേട്ടൻ ചായ ഒക്കെ കുടിച്ചു. പിന്നെ ഇതേ കിച്ചപ്പൻ അവരുടെ മടിയിലിരുന്ന് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ അധികം ഇരുട്ടാവാൻ നിന്നില്ല കേട്ടോ. തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നു കേട്ടോ. പിന്നെ രാത്രി ആകുമ്പോഴത്തേ കിച്ചപ്പന്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവനമ്മ തൊട്ടിയിലിട്ട് ആട്ടി ഉറക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് രാത്രിക്ക് ചിക്കൻ കറിയും ചപ്പാത്തി ചോറൊക്കെ ആയിരുന്നു. ഇന്നത്തെ ചിക്കൻ കറി അമ്മ വെച്ചത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. കിച്ചു വായനൊക്കെ അമ്മേ അയ്യോ പാലും അയ്യോ ഗൈസ് എല്ലാവർക്കും ഇവിടെ നല്ല തുമ്മലാണ് കേട്ടോ. ഗൈസ് പറ ഹലോ ഗൈസ് ഞാൻ ഉറക്കഴിഞ്ഞിട്ടു ഗൈസ് എന്റെ വീഡിയോ കാണണേ പറയും. പിന്നെ ഇത് നമുക്ക് കമന്റ് ഇടണ ചേച്ചിയുടെ പേരേത് കിച്ചോ മീന ചേച്ചിയോട് കമന്റ് ഇനി ഇടണേ പറയും. മീന ചേച്ചി എനിക്ക് കമന്റ് ഇടണേ പറയും. കമന്റ് ഇടണേ ഇങ്ങോട്ട് നോക്കിട്ട് പെണ്ണേ.
പിന്നെ അമ്മ ഇതേ കിച്ചുവിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കട്ടെ. നമ്മുടെ കിച്ചപ്പൻ അച്ഛനെ ഇപ്പം നമ്മുടെ ഡ്രസ്സുമ്പത്തെ പുള്ളിയും പൂവൊക്കെ അങ്ങനെ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ തൊട്ട് നോക്കും, അത് അങ്ങനെ കുറേ നേരം ഒബ്സർവ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് നമുക്കിന്ന് ചായക്ക് ഉണ്ടായിരുന്നത് നൂൽപുട്ടും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. നമ്മൾ തലേന്ന് ഉണ്ടാക്കിയ ചിക്കൻ കറി ആയിരുന്നു. ആ ചിക്കൻ കറിക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ ആദർശാൻ്റെ ഉമ്മർത്ത് വർത്താനം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കിച്ചപ്പൻ്റെ കുളി കഴിഞ്ഞു കേട്ടോ. അപ്പം അമ്മ നമ്മുടെ കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല ഉണ്ടല്ലോ, അതെന്തോ ആവി കയറ്റിട്ട് എന്തോ ചെയ്തിട്ട് തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതേ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പൂക്കളം ഇപ്പോൾ ഇടുന്നത് അച്ഛനാണ് കേട്ടോ. അച്ഛനും അമ്മയും കൂടിയിട്ടാണ് രാവിലെ അമ്മ പൂക്കളം ഇടാറ്. മുന്നൊക്കെ ഞാനും ചേച്ചിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വേഗം നമ്മൾ കുളിച്ച് മാറ്റി റീനമ്മേനെ ട്രെയിൻ കയറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിലത്തെ കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അമ്മയ്ക്ക് 11 മണിക്ക് നമ്മളെ തോന്നുന്നു ട്രെയിൻ ഉണ്ടായിരുന്നേ. അങ്ങനെ ഇതേ അമ്മേൻ്റെ അടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ട് റീനമ്മ ഇതാ ഇറങ്ങാണ് കേട്ടോ. കിച്ചാപ്പി ഇതേ അവൻ്റെ അച്ഛമ്മേനെ ആക്കാൻ വേണ്ടിയിട്ട് കുളിച്ച് മാറ്റി നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. He's my boy. My boy. My boy. നമ്മുടെ കനാലിലാകെ മൊന്ത പിടിച്ചിട്ട് എന്തോ കാട് പോലെ ആയിട്ടുണ്ട് കേട്ടോ. എന്തോ കാണുമ്പോൾ പേടിയാവുന്ന ഇങ്ങനെ വീഡിയോയിൽ, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ കാറിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അമ്മ ഇതേ റീനമ്മയ്ക്ക് കുടിക്കാനുള്ള വെള്ളവും പിന്നെ എങ്ങാനും വിശന്നാലോ പറഞ്ഞിട്ട് നമ്മുടെ നൂൽപുട്ടും ചിക്കൻ കറിയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിട്ടാ. അങ്ങനെ ഇതേ നമ്മൾ വണ്ടിയിൽ കയറി പിന്നെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടെ പോണത്. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരമില്ല കേട്ടോ അവിടേക്ക്. കിച്ചപ്പൻ അച്ഛമ്മയുടെ മടിയിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട്. ഇപ്പൊ മൂപ്പര് നല്ല സെറ്റായി. ഫസ്റ്റ് ഡേ അമ്മ വന്നെന്ന് അമ്മയുടെ മടിയിൽ ഇതേപോലെ ഇരിക്കുമ്പോൾ മൂപ്പര് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഇപ്പൊ അതൊക്കെ മാറി കുട്ടി അച്ഛമ്മയായിട്ട് ടോട്ടലി ഭയങ്കര സെറ്റായപ്പോഴേക്കും അച്ഛമ്മയ്ക്ക് പോവാനായിട്ടോ. അമ്മയുടെ ഫേസ് കണ്ട് അറിഞ്ഞൂടാ. അമ്മ പോകുമ്പോഴേക്കും അമ്മയ്ക്ക് നല്ല വിഷമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കിച്ചുട്ടൻ അത്രയ്ക്ക് അമ്മയായിട്ട് അങ്ങനെ സെറ്റായിട്ടായിരുന്നു. രാത്രി കിടക്കുമ്പോഴൊക്കെ അമ്മയുടെ അടുത്തല്ലേ എടുക്കുക. ഞാനും അമ്മ ആദർശേട്ടൻ കിച്ചു കൂടിയിട്ടല്ലേ എടുക്കുക. അപ്പൊ എൻ്റെ അമ്മയുടെ നടുക്കിലാണ് കിച്ചപ്പം കിടക്കുക. അപ്പൊ അമ്മ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടാണ് കിടക്കുക. കിച്ചുവിനെ അച്ഛൻ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കിച്ചുട്ടിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ് കിടന്നിട്ടേക്ക് എപ്പോഴും എൻ്റെ ഒരു സൈഡ് എപ്പോഴും വേദന ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം അമ്മ ഉണ്ണിയുടെ അടുത്ത് കിടക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കിടക്കും. തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടൊക്കെ ഞാൻ കിടക്കും കേട്ടോ. അപ്പം അമ്മ അച്ഛൻ ഉണ്ണിനെ എപ്പോഴും ഒരു സൈഡ് തിരിഞ്ഞ് കിടന്ന് അവനങ്ങനെ ഇറുക്കി പിടിച്ച് കിടക്കും. അപ്പം അവന് ഭയങ്കര സെറ്റാട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. നമ്മൾ അങ്ങോട്ട് നടക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് പെട്ടെന്ന് ട്രെയിൻ വരും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ അച്ഛൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിട്ടോ. ഇനി ടിക്കറ്റ് എടുക്കുമ്പോഴേക്കും ട്രെയിൻ വരും. ആദർശനെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കാട്ടോ. അങ്ങനെ ഇതേ അമ്മ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ചേട്ടൻ ഇത് അമ്മയുടെ ബേക്കും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ കിച്ചപ്പൻ്റെ ഷൂ ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അവിടുത്തെ ഒരു ചെയറിൽ ഇരുന്നിട്ട് കിച്ചുവിൻ്റെ ഷൂ ഒക്കെ ഇട്ട് കൊടുക്കട്ടെ. അപ്പൊ ഇവിടെ ഓണ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കുറെ പേര് വീഡിയോസ് ഒക്കെ എടുക്കണ്ടായിരുന്നു. ഇതിവിടെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരാണോ ചേച്ചിമാരാണോ എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാട്ടോ. അങ്ങനെ പിന്നെ ഇത് നമ്മുടെ ട്രെയിൻ വരേണ്ട സമയമായി. അപ്പൊ നമ്മളിത് ഇവിടേക്ക് വന്നിട്ട് അമ്മ കിച്ചപ്പൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. കിച്ചുവാശങ്ങ ട്രെയിനൊക്കെ പോണത് കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാട്ടോ. അച്ഛമ്മക്കുട്ടീനക വിളിക്കുന്ന കണ്ടവിടെ അത്തമ്മ പോവാന് കിച്ചമ്മേ അച്ഛമ്മ പോവാനിത്. സ്റ്റേഷനിൽ നിന്ന് കന്യാകുമാരി വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്.
അങ്ങനെ നമ്മുടെ റീനമ്മ തിരിച്ച് പത്തനംതിട്ടയ്ക്ക് പോയിട്ട് അമ്മ മൂന്നാറിക്കല്ല പോണത്. ഉണ്ണിയച്ഛൻ ഇന്ന് മൂന്നാറിന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വീട്ടിലേക്ക് വരും കേട്ടോ. അപ്പം അമ്മ എന്തായാലും വീട്ടിലെത്തുമ്പോൾ ഏതാണ്ട് 4 മണി 5 മണിക്ക് ആവുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് നേരെ നമ്മുടെ വീട് പണി നടക്കണോടത്തേക്കായിട്ടാണ് പോകുന്നത്. കാരണം അവിടെ എന്തോ കല്ലോ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ആരും വരുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോന്നു. അപ്പോഴേക്കും കിച്ചപ്പം നല്ല ഉറക്കായിട്ടോ. അപ്പോൾ ഞാനും കിച്ചും കൂടിയിട്ട് കാറിലിരിക്കാട്ടോ ചെയ്തത്. എൻ്റെ സൗണ്ട് അടക്കം കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. മൂക്കടഞ്ഞിട്ടും തൊണ്ടവേദനയൊക്കെ ആയിട്ട് ആകെ സൈഡാണ് കേട്ടോ. അങ്ങനെ കിച്ചപ്പം നല്ല ഉറക്കാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ആദർശേട്ടനും തിരിച്ച് കോഴിക്കോട് പോകട്ടാ. ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെന്റ് ഉണ്ട്. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് ആദർശേട്ടൻ പോകട്ടാ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കിച്ചുവിന് കുറുക്കൊക്കെ കൊടുത്ത് കിച്ചപ്പം ഒന്ന് സെറ്റ് ആയിട്ട് അപ്പോഴേക്കും ആദർശേട്ടൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയിട്ട് പോകാൻ വേണ്ടി നിൽക്കാറുണ്ട്. അപ്പോൾ ചേട്ടനും ട്രെയിനിലാണ് പോണേ. വടക്കാഞ്ചേരിയിൽ നമ്മുടെ ബുള്ളറ്റ് വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ട്രെയിൻ കയറി പോവാട്ടോ ചെയ്യുക. അപ്പോൾ കിച്ചാപ്പി അവൻ്റെ അച്ഛനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കാണ് കേട്ടോ. ചേട്ടൻ ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞങ്ങളുടെ വരും കേട്ടോ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ കോഴിക്കോടാണ് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട് എന്ന് വെച്ചാൽ ആ ചേട്ടൻ മാരേജ് ചെയ്യാൻ പോണ ചേച്ചിയുടെ വീട് കണ്ണൂര് കുറേ ദൂരം പോയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ പറയുന്നുണ്ട് ഇത്രയും ദൂരം ഇപ്പോൾ 2 ദിവസം മുന്നേ നമ്മൾ പോയി വന്നത്, ഇനി എപ്പോഴും യാത്ര ചെയ്യണം തീരെ വയ്യാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെന്റ് ആയതുകൊണ്ടാണ് ചേട്ടൻ പോകുന്നത്. അങ്ങനെ ചേട്ടന് ഹെൽമെറ്റ് ഒക്കെ കൊടുത്ത് സെറ്റായിട്ട് പോയിട്ട് വരാന്നൊക്കെ പറയാൻ കേട്ടോ. നമ്മുടെ കിച്ചപ്പ അവൻ്റെ അച്ഛൻ പോണത് ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. സൊന്നട്ടെ പോയട്ടെ അച്ഛൻ്റെ പൊന്നല്ലേ. അച്ഛനവിടെ പോരുക? അച്ഛൻ്റെ ഒപ്പം പോരുകയാണോ? അച്ഛൻ പോവാ?